Lord, പ്രൈസ് praise അല്ലോ, you for പ്രൈസ് അല്ലോ, പ്രൈസ് അല്ലോ. നല്ല താങ്ക് യു. മീറ്റിംഗ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏത് സമയത്തും നമ്മൾ ദൈവസന്നിധിയിൽ ഒരുങ്ങിയിരിക്കണം എന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ഒരുങ്ങിയിരിക്കണം. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചതേ ഇല്ല. ആ ദേവദാസിയുടെ വചനം കേൾക്കാൻ വേണ്ടി ഞാൻ മീറ്റിങ്ങിൽ കയറിയിരുന്നു. അപ്പം പെട്ടെന്ന് ഞങ്ങളുടെ അമ്മാമ്മയ്ക്ക് കാലിന് പ്രയാസം ഉള്ളതുകൊണ്ട് അവരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് റെഡിയാവുമായിരുന്നു. റെഡിയായി ഇറങ്ങിയപ്പോഴാ കോള് വന്നത്. കോളിന്റെ ഫോട്ടോയില് ഹേബാൻറ്റിയുടെയും അങ്കിളിന്റെയും ഫോട്ടോ കണ്ടതുകൊണ്ടാണ് എടുത്തത്, അല്ലെങ്കിൽ ഞാൻ ഫോണും എടുക്കത്തില്ലായിരുന്നു. എന്തായാലും ദൈവത്തിന്റെ ഒരു കൃപ ആണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഏത് കാലത്തും കർത്താവ് തന്റെ പ്രവൃത്തി ആരിലൂടെയും ചെയ്യും. അത് ആര് ചെയ്യുന്നു എന്നുള്ളതല്ല, ദൈവം അതെങ്ങനെ ചെയ്യുന്നു, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുമെന്നുള്ളതാണ്. ആ ദൈവദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം പ്രസംഗിപ്പാൻ ആ ദൈവദാസിയെ ദൈവം അധികാരപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഞാൻ ഇന്നത്തേക്ക് ഒരു വചനവും തയ്യാറായിട്ടൊന്നും അല്ല ഇരുന്നത്, എങ്കിലും പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു വചനം കർത്താവ് എനിക്ക് തന്നു. അതുകൊണ്ട് ആ വചനത്തിലേക്ക് പോകാതെ എങ്ങനെ പോകുന്നു, എങ്ങനെ പറയുന്നു എന്നൊന്നും എനിക്കൊരു പിടിയില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ അതിന്റെ പിന്നിൽ അത്യാവശ്യമായിട്ട് ചോദിക്കുന്ന ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യമാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന വചനം. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം. ഈ മീറ്റിങ്ങിന് അവസരം തന്ന കർത്താവ് ദാസി ഫേവ ആന്റിക്കും അങ്കിളിനും ഒക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പാടിയ ജിറ്റിമോൾക്കുള്ള നന്ദിയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാട്ടെ. ഇതിൽ കയറിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, രാവിലെ സമയം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രഭാത മന്നയ്ക്കായിട്ട് കയറിയിരിക്കുന്നു എന്ന് പോലെ, നാട്ടിലൊക്കെ പ്രഭാത മന്നയാണ്, കാരണം 8 മണിക്കായി മീറ്റിംഗ് തുടങ്ങുന്നത്. കയറിയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. കാരണം വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചാൽ അത് മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ധൈര്യം കർത്താവ് തരും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദൈവത്തിന്റെ ഹിതം പോലെ നടക്കട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ടെന്ന് യഹോശാഫാത്ത് പറഞ്ഞു. യഹോശാഫാത്ത് എന്ന് പറയുന്നത് ഒരു രാജാവാണ്. രാജാവ് ഏലീശയെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. അവന്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട്. ഇത് ഏലീശയെ കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എലീശയുടെ പക്കൽ യഹോവയുടെ അരുളപ്പാട് എങ്ങനെ വന്നു, അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവ് അവൻ എങ്ങനെ പ്രാപിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഏലിയാവിന് ശേഷം ഏലിയാവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു പ്രവാചകനാണ് എലീശ എന്ന് പറയുന്നത്. പ്രവാചകൻ എന്ന് പറയുമ്പോൾ പ്രവാചകനാകുന്നതിന് മുമ്പേ അവൻ ഒന്നുമല്ലായിരുന്നു എന്ന് നമുക്കറിയാം. അവൻ തൻ്റെ ഗാർഹിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രേരിതമായി ഞാൻ വാക്യങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ റെഫറൻസ് ഒന്നും അധികം പറയത്തില്ല. അതുകൊണ്ട് ദയവായി എന്നോട് ക്ഷമിക്കണം. കാരണം നേരത്തെ പറഞ്ഞൊരു മെസ്സേജ് ആണെങ്കിൽ നമ്മൾ റെഫറൻസ് ഒക്കെ നോക്കി കറക്റ്റായിട്ട് വെച്ചേക്കുമല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ട്, ദൈവത്തിന്റെ ആത്മാവ് ഏലിയാവോട് പറഞ്ഞു, നിനക്ക് പകരം ഏലീശയെ അഭിഷേകം ചെയ്യണം. ഒത്തിരി പേരെ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിലാണ് ഏലീശയെ അഭിഷേകം ചെയ്യണമെന്ന് ദൈവം പറഞ്ഞത്. അങ്ങനെ അവൻ ഏലീശയെ അഭിഷേകം ചെയ്തു. ഏലീശയെ അഭിഷേകം ചെയ്തപ്പോൾ ഏലീശ പറഞ്ഞ ഒരു വാക്കുണ്ട്, ആദ്യം ഞാൻ എൻ്റെ മാതാപിതാക്കളെ പോയി ചുംബിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നിന്റെ പിന്നാലെ വരാം. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നീ ഓർക്കണം എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ ദൈവത്തിന്റെ ആ നിയോഗം അവന്റെ ഉള്ളിലേക്ക് കയറുകയും അവന്റെ കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ വെട്ടിക്കീറി അവൻ യാഗം കഴിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നിട്ട് ഏലിയാവിന്റെ പിന്നാലെ ചെന്നു അവന്റെ കൈക്ക് വെള്ളം ഒഴിക്കാൻ, എന്ന് പറഞ്ഞാൽ അവന്റെ സേവകളൊക്കെ ചെയ്യാൻ, അവന്റെ കാര്യാദികളൊക്കെ ചെയ്യാൻ. അവൻ ആഹാരം കഴിക്കുമ്പോൾ അവന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, അവന് വേണ്ടി എന്തെങ്കിലും സാധനം വേണമെങ്കിൽ എടുത്തു കൊടുക്കാൻ, അങ്ങനെയുള്ളൊരു ശുശ്രൂഷയാണ് ആദ്യം അവന്റെ ജീവിതത്തിൽ ചെയ്തത്. ഇപ്പോൾ നോക്കണേ, രാജാവ് പറയുന്നു അവന്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട്, അഭിഷേകമുണ്ട്. ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ച ഒരു ഏലീശയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് വന്നു നമുക്കറിയാം. എങ്ങനെയാണ് അവന്റെ ജീവിതത്തിൽ ആ ഇരട്ടി പങ്ക് വന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏലിയാവ് ശുശ്രൂഷ ചെയ്യുന്നതിന്റെ പിന്നാലെ ചെന്ന് ഏലിയാവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ് ഏലീശ എന്ന് നമുക്കറിയാം. അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ എടുത്തുകൊള്ളുവാൻ ഭാവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ എടുത്തുകൊള്ളാൻ ഭാവിച്ചപ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വായിക്കുന്നത്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, അതായത് ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വന്നേച്ച് പറയുക, നീ ഇവിടെ താമസിച്ചു കൊള്ളുക,
യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു. നമുക്കറിയാം പ്രവാചക ശിഷ്യന്മാർക്ക് എല്ലാം ഒരു വെളിപ്പാടുണ്ടായി. എന്താണെന്നറിയാമോ? പ്രവാചകനായ ഏലിയാവിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളാൻ ഭാവിക്കുന്നു എന്നൊരു വെളിപ്പാട് എല്ലാ പ്രവാചക ശിഷ്യന്മാർക്കും ഉണ്ടായി. പക്ഷെ പ്രവാചക ശിഷ്യന്മാർ ഇത് ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഏലിയാവിന്റെ പിറകെ പോയത്. നമുക്കറിയാം പൂർണ്ണമായിട്ട് പ്രവാചക ശുശ്രൂഷ പ്രാപിച്ചവരുണ്ട്, ഒരു മുറി വെളിപ്പാട് പ്രാപിക്കുന്നവരുണ്ട്. ഇത് മുറി വെളിപ്പാട് പ്രാപിച്ച പ്രവാചക ശിഷ്യന്മാരാണ്. ഒരു ദേവദാസൻ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു. ഏലിയാവിനും ബേഥേലിലും ഗിൽഗാലിലും യോർദാനിലും അവിടെയൊക്കെ എന്തോ ഉണ്ട്, ബൈബിൾ സ്കൂളുണ്ട്. അവിടുത്തെയൊക്കെ ബൈബിൾ സ്കൂളിലെ സ്റ്റുഡൻസ് ആണ് ഈ പ്രവാചക ശിഷ്യന്മാരെന്ന് പറയുന്നത് കേട്ടു. എങ്ങനെയൊക്കെ ആയാലും ഈ പ്രവാചക ശിഷ്യന്മാർക്കും കുറച്ചൊക്കെ വെളിപ്പാടുകളൊക്കെ ഉണ്ട്. അവരോട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഗുരുവായ ഏലിയാവിനെ ഞാൻ എടുത്തുകൊള്ളാൻ പോവുക. പക്ഷെ ഈ ഒരു ദൂത് അവർക്ക് കിട്ടിയപ്പം ഈ ദൂത് ആരുടെയെങ്കിലും തലയിൽ ഒന്ന് പറയണമല്ലോ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഒന്നും മിണ്ടാതെ ഏലിയാവിന്റെ പിന്നാലെ പിൻഗമിച്ച ഏലീശയെ അവർ കണ്ടത്. ഏലീശയെ കണ്ടപ്പോൾ ഉടനെ അവർ പറഞ്ഞു, നിനക്കറിയാമോ, നിന്റെ യജമാനനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളാം. ഞാൻ ആ വാക്യം വായിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, അവർക്ക് കിട്ടിയ വെളിപ്പാട് അവരുടെയും ഗുരുനാഥനാണല്ലോ ഏലിയാവ്. എന്നാൽ അവർക്ക് അതിന്റെ പിറകെ പോകാനോ അല്ലെങ്കിൽ അവനെ എങ്ങനെയാണോ എടുത്തുകൊള്ളപ്പെടേണ്ടതെന്ന് കാണാനുള്ള താല്പര്യം ഈ പ്രവാചക ശിഷ്യന്മാർക്കുണ്ടായില്ല. അവർക്കുണ്ടായ വെളിപ്പാടിനെ അതിനേക്കാൾ ശ്രേഷ്ഠമായി നിൽക്കുന്ന ഏലീശയെ നോക്കിയിട്ട് പറയാം, നിനക്ക് ഈ വെളിപ്പാടൊന്നും ഇല്ലല്ലോ, ഞങ്ങൾക്ക് കിട്ടിയ വെളിപ്പാടാ. നിന്റെ ഗുരുനാഥനായ ഏലിയാവിനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളുന്നു, നീ അറിയുന്നുവോ? അന്നേരം ഏലീശ പറഞ്ഞ വാക്കാണ്, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. പല വെളിപ്പാടുകളും നമ്മളിപ്പം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ചെറിയ വെളിപ്പാട് കിട്ടിയവരൊക്കെ വന്ന് നമ്മളെ ഭരിക്കുന്നത് കാണാം. അവർ പറയുന്ന വെളിപ്പാടുകളൊക്കെ നമ്മുടെ തലയിലോട്ട് ഇട്ടിട്ട് പറയും, നിനക്കിതൊന്നും കിട്ടിയില്ലല്ലോ, എനിക്കിതൊക്കെ കിട്ടിയില്ല. പക്ഷെ നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ടാ കേട്ടോ. പല വെളിപ്പാടുകളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണം കേട്ടോ. അതാ ഏലീശയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ പറഞ്ഞത്, ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടിട്ട് പറയുക, നീ ഗിൽഗാലിൽ തന്നെ താമസിച്ചോ, എന്നെ ദൈവം ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഗിൽഗാൽ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം നമുക്കറിയാം, നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലമാണ് എന്ന് നമുക്കറിയാം. ഗിൽഗാലിൽ വെച്ചും എലീശയ്ക്ക് അറിയാമായിരുന്നു ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ ദൈവം എടുത്തുകൊള്ളും എന്ന് ഏലീശയ്ക്ക് അറിയാമായിരുന്നു. അന്നേരം അവന്റെ ഹൃദയത്തിൽ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഏലീശ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പേ എനിക്ക് ഏലീശയോട് ഒരു വരം ചോദിക്കണം. എനിക്കൊരു വരം ചോദിക്കണേ, വേറൊന്നുമല്ല, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക്, അതായത് ഏലിയാവിന്റെ മേൽ ഉണ്ടായിരുന്ന അഭിഷേകത്തിന്റെ ഒരു ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരണമെന്ന് ഏലീശ ആഗ്രഹിച്ചു. അത് ചോദിക്കണമെന്ന് ആഗ്രഹിച്ചാ പുറകെ നടന്നത്. പക്ഷെ അതിനുള്ള അവസരങ്ങളൊന്നും അവന് ലഭിച്ചില്ല. ഗിൽഗാലിൽ വന്നപ്പം അവനിങ്ങനെ ചിന്തിച്ചു, ഗിൽഗാൽ എന്ന് പറയുന്നത് നിന്ന ഉരുട്ടിക്കളയുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ് 1 ശമൂവേൽ നമ്മൾ വായിക്കുന്നു, ഗിൽഗാലിൽ വെച്ച് രാജത്വം പുതുക്കുന്ന അഭിഷേകം പുതുക്കുന്ന ഒരു സ്ഥലമാണ് ഗിൽഗാൽ എന്ന് പറയുന്നത്. ഇവിടെ വെച്ചെങ്കിലും എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ യജമാനനായ ഏലിയാവിനോട് പറയാൻ എനിക്ക് പറ്റുമല്ലോ എന്ന് ഓർത്തിരിക്കുക ഏലീശ. പക്ഷെ അതിനുള്ള അവസരം അവന് ലഭിച്ചില്ല. അവൻ പറയാ, നീ ഗിൽഗാലിൽ താമസിച്ചോ, ഞാൻ ബേഥേലിലേക്ക് പോകുക. അപ്പൊ പറഞ്ഞ്, യജമാനനാണ്, എൻ്റെ യഹോവയാണ്, ഞാൻ നിന്നെ വിടത്തില്ലെന്നും പറഞ്ഞ് ബേഥേലിലേക്ക് പോകുക. അവിടെയും പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു, അവർക്കും മുറി വെളിപ്പാട് ലഭിച്ചു. അവരും അത് എലീശയോട് പറഞ്ഞു. എന്നിലും പറയുന്നത്, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, ഞാൻ അറിയുന്നെന്ന് പറഞ്ഞു. അവന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എനിക്ക് കിട്ടിയ വെളിപ്പാട് 10 പേരോട് പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ഗുരുനാഥനെ എടുത്തുകൊള്ളപ്പെടുമ്പോൾ അവനിലുള്ള അഭിഷേകം ഇരട്ടി പങ്കായിട്ട് എൻ്റെ മേൽ വരണം എന്നുള്ളത് മാത്രമാണ് ഏലീശയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ ആഗ്രഹിച്ച ഏലീശ, ഇന്ന് പോലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇന്ന് ആര് പ്രസംഗിച്ചാലും നിങ്ങൾ വിചാരിക്കരുത് ആ ദൈവദാസി പ്രസംഗിക്കാൻ പറ്റാത്തതുകൊണ്ടോ ഞാനങ്ങ് ഇറങ്ങിപ്പോകാന്നൊന്നും ആരും ചിന്തിക്കരുതേ. ഇന്നെന്തൊക്കെ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്, അതുകൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് പ്രാപിച്ചില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇന്നലെ പ്രാപിച്ച അഭിഷേകത്തിലും ഇന്ന് പ്രാപിക്കുന്ന അഭിഷേകത്തിലും നാളെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോ കൂടെയൊക്കെ ദൈവത്തിന്റെ പ്രത്യേക പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട്, ഈ കൃപ അബി എന്ന് പറയുന്ന ഒരു പൈതൽ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, മകളെ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്ന ഒരു കാര്യം, നീ ഇപ്പോൾ ആയിരിക്കുന്ന ഒരു ആത്മീയ ലെവലുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു ഇരട്ടിപ്പങ്ക് ആത്മാവിന് വേണ്ടി ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവിൽ
ശരണപ്പെട്ട് നീ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ ദിവസങ്ങൾ ഒരു പന്ത് എടുത്ത് എറിയുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിന്റെ മേൽ വന്നിട്ട് അഭിഷേകത്തിന്റെ പുതുക്കത്താൽ ചില പ്രത്യേക പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കൊണ്ടുവരുമെന്ന ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുക. എന്തുകൊണ്ടാണോ ഇന്ന് ഈ വചനം കർത്താവ് എനിക്ക് തന്നത്, ഞാൻ മറ്റൊരു വചനത്തിലോട്ടും പോയായിരുന്നു, പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു ഇത് തന്നെ അങ്ങ് പറയാൻ പറഞ്ഞു. അതുകൊണ്ടാ ധൈര്യത്തോടെ പറയുന്നത് കേട്ടോ. പൈതൽ ദൈവത്തിന്റെ ആത്മാവ് മോളോട് പറയുക, ഒരു ഒരു പന്തെടുത്ത് എറിയുമ്പോൾ ഒരു ഒരു കുതിപ്പും ചാട്ടമൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെ നീ അടങ്ങിയിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു കുതിച്ചു ചാട്ടം നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് 2026 തന്നെ തരാൻ ആഗ്രഹിക്കുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ പകലിൽ ആലോചന അറിയിക്കുക. അവൻ ബേതേലിലേക്ക് പോയപ്പോൾ അവൻ വിചാരിച്ചു, ബേതേൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപ്പത്തിന്റെ ഭവനമാ, നമുക്കറിയാം അപ്പത്തിന്റെ ഭവനമാ. ബേതേലിന് ദാരിദ്ര്യമൊന്നുമില്ല, അപ്പത്തിന് ഒരു കുറവുമില്ല, ദൈവിക കൃപാവരങ്ങൾക്ക് ഒരു കുറവുമില്ല. നമുക്കറിയാം യാക്കോബ് തന്റെ അപ്പനെയും അമ്മയൊക്കെ വിട്ട് അമ്മായിയപ്പന്റെ ഭവനത്തിലേക്ക് പോയപ്പം ബേതേൽ എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ മറ്റൊരു പേര് ലൂസ് എന്നായിരുന്നു. പക്ഷെ ബേതേൽ എന്ന് പേരിട്ടത് തന്നെ യാക്കോബ് എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അവൻ അവിടെ വന്നപ്പോൾ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് കോവേണി വെച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദർശനം അവൻ നല്ലതുപോലെ കണ്ടതാ. അവിടെ പറയുന്നത് ഇത് യഹോവയുടെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് യഹോവയുടെ ആലയമല്ലാതെ മറ്റൊന്നും, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് യഹോവയുടെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. അതായത് ആത്മീയ വരദാനങ്ങൾക്ക് ഒരു കുറവുമില്ലാത്തൊരു സ്ഥലമാണ് ബേതേൽ. നമ്മൾ വിചാരിക്കും ഗിൽഗാൽ എന്ന് പറയുന്നത് നമ്മുടെ നിന്ന് ഉരുട്ടിക്കളഞ്ഞ സ്ഥലം, ഈ സ്ഥലത്ത് വെച്ച് എനിക്ക് അഭിഷേകം കിട്ടും, ഈ സ്ഥലത്ത് വെച്ച് എനിക്ക് അഭിഷേകം കിട്ടും, അപ്പത്തിന്റെ ഭവനത്തിൽ എനിക്ക് അഭിഷേകം കിട്ടും, യഹോവയുടെ ആലയത്തിൽ വെച്ച് എനിക്ക് അഭിഷേകം കിട്ടും, ഇവിടെ പുരോഹിതന്മാർക്ക് കുറവില്ല, ആരാധനയ്ക്ക് കുറവില്ല, അഭിഷേകത്തിന് കുറവില്ല, ദൈവിക കൃപാവരങ്ങൾക്ക് ബേതേലിൽ ഒരു കുറവുമില്ല, ഗിൽഗാലിലും വലിയ കുറവൊന്നുമില്ല. അവിടെയും നിന്ന് കളഞ്ഞ സ്ഥലമാ, ദൈവം കൊടുത്ത അഭിഷേകത്തെ പുതുക്കിയ സ്ഥലമാ, രാജ്യത്വം പുതുക്കുന്ന സ്ഥലമാ. ഈ സ്ഥലങ്ങളിലൊക്കെ വെച്ചൊക്കെ എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ ആഗ്രഹം, എൻ്റെ ഗുരുനാഥന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്കിനെ എൻ്റെ ജീവിതത്തിൽ പ്രാപിക്കാനുള്ള ഒരവസരം എനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയിരിക്കുക. പക്ഷെ ദൈവം അതിന് അനുവദിച്ചില്ല. എന്തുകൊണ്ടാണെന്നറിയാം? നമ്മുടെയൊക്കെ ചിന്ത എന്താണെന്നറിയാമോ? നമ്മൾ പോകുന്ന ആരാധന, ഞാൻ ഒരു ആരാധനകളെയും കുറ്റം പറയല്ല, ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരു ഭയങ്കര ആരാധന നടക്കുമ്പോൾ എനിക്കൊരു അഭിഷേകം എൻ്റെ മേൽ വ്യാപരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എൻ്റെ മാതൃസഭയിൽ ഒത്തിരി ആത്മാക്കളുണ്ട്, അവിടേക്ക് ഇടയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഞാൻ പോകുമ്പോൾ ഭയങ്കര ആരാധന വെളിപ്പെടുമല്ലോ, അവിടെ ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അല്ല കേട്ടോ, നമ്മൾ ആഗ്രഹിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ ഉള്ള സ്ഥലത്ത് വെച്ച് ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കത്തില്ല, ഇരട്ടിപ്പങ്ക് ആത്മാവ് നമുക്ക് ലഭിക്കത്തില്ല. പക്ഷെ ദൈവം ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുപോകുക. അപ്പൊ ഏലിയാവ് പറയാ, നീ ഇവിടെ ബേതേലിൽ താമസിച്ചോ, എന്നെ യഹോവ എരിഹോവിലേക്ക് അയച്ചിരിക്കുക. അവിടെയും വലിയ പ്രയാസമൊന്നുമില്ല സ്ഥലം, അവിടെ ആരാധിച്ച് അവരുടെ ആ എരിഹോ മതിലൊക്കെ കീഴ്പ്പെടുത്തി ഒരു ആരാധന വെളിപ്പെട്ട സ്ഥലമാണ്. അവിടെ എനിക്ക് എൻ്റെ പദ്ധതികളൊക്കെ എൻ്റെ യജമാനനോട് പറഞ്ഞ് അങ്ങയിൽ വ്യാപരിക്കുന്ന ആ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എൻ്റെ ജീവിതത്തിലേക്ക് പ്രാപിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഏലീശ അവന്റെ പിന്നാലെ പോയി. എരിഹോവിൽ ചെന്നപ്പോഴും അവിടെ ചെന്നപ്പോഴും പറയുക, നീ ഇവിടെ താമസിച്ചോ, ഞാൻ യോർദാനിലേക്ക് പോവുക. എവിടെ പോവാ? യോർദാനിലേക്ക് പോവുക. യോർദാൻ ആകെ ആകെ വിഷമിച്ചു പോയ ഒരു സന്ദർഭമാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഗിൽഗാൽ എന്ന് പറയുന്നത് രാജ്യത്വം പുതുക്കിയ സ്ഥലം, അല്ലെങ്കിൽ നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലം. ബേതേൽ എന്ന് പറയുന്ന അപ്പത്തിന്റെ ഭവനം, യഹോവയുടെ ആലയം. ഈ സ്ഥലം ഭയങ്കരം, ഇത് യഹോവയുടെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ആത്മീയ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലം. മൂന്നാമത്തെ സ്ഥലം എരിഹോവ്, ആരാധന വെളിപ്പെട്ട സ്ഥലമാ, മതിലിടിഞ്ഞു പോയ സ്ഥലമാ. എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ ആർപ്പിട്ടപ്പം മതിലിടിഞ്ഞു പോയൊരു സ്ഥലമാ. ഇങ്ങനെയുള്ള ദൈവപ്രവൃത്തി വെളിപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്നുകൊണ്ട് വിചാരിക്കുക, ഇവിടെ വെച്ച എൻ്റെ ഒരു ആത്മീയ വിടുതൽ സംഭവിക്കുന്നത്, ഇവിടെ വെച്ച എൻ്റെ ഒരു ആത്മീയ വിടുതൽ. ദൈവം പറയുന്നു, അല്ല, നീ യോർദാങ്കിലേക്ക് പോകണം. ഏലിയാവ് യോർദാങ്കിലേക്ക് പോയി, അവന്റെ പിന്നാലെ ഞാനും പോകണം. അവിടെ പോയാൽ മാത്രമേ എനിക്കൊരു വിടും. യോർദാനിൽ എന്താ ഉള്ളത്? അത് നമ്മൾ പറയില്ലേ, മരണ യോർദാൻ. എന്തുവാ മരണ യോർദാൻ? നമ്മുടെ ജീവിതത്തെ മുക്കിക്കളയുമെന്ന്, നമ്മെ തകർത്ത് കളയുമെന്ന്, നമ്മളെ
നമ്മളെ പ്രതികൂലത്തിൽ അമർത്തിക്കളയുമെന്ന്, നമ്മെ ഇല്ലാതാക്കി കളയുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് ദൈവത്തിന്റെ ഒരു വെളിപ്പാടും ദർശനവും ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് അധികാരവും എന്റെ മേൽ പകർന്നു തരുക. ദൈവത്തിന്റെ ആത്മാവ് വിശ്വസ്തന. ഫേബ പോൾ എന്ന് പറയുന്ന ഒരു ദൈവദാസിനകത്ത് ഇരിപ്പുണ്ടല്ലോ. ഫേബ പോൾ എന്ന് പറയുന്ന ദൈവദാസി, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ പ്രതികൂലത്തിന്റെ ഘട്ടങ്ങളിൽ, നിന്റെ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ മരണം നിന്നെ മുക്കിക്കളയുമെന്ന് തീരുമാനിച്ച് നിലനിൽക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് നീ കടന്നു ചെല്ലുകയും അവിടെ വെച്ച് ദൈവത്തിന്റെ വലിയ അഭിഷേകം നീ പ്രാപിക്കുകയും ചെയ്യും. ഒരു പ്രതികൂലം മുന്നിലുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചോ. ആ പ്രതികൂലത്തിന്റെ നടുവിൽ പ്രതികൂലം നിന്നെ മുക്കിക്കളയത്തില്ല. നിന്റെ മേലുള്ള ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് അനുഭവത്തിലേക്ക്, ഒരു ശുശ്രൂഷയുടെ മുഖത്തേക്ക്, അഭിഷേകത്തിന്റെ തുറമുഖത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ എടുത്തെറിയുവാൻ ആഗ്രഹിക്കുന്നെന്ന് ദൈവാത്മാവ് പറയുക. അടക ദരക ജനക ദുരക മനക ഡകസ്യ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശുശ്രൂഷയ്ക്കെതിരെ, വചനത്തിന്റെ വെളിപ്പാടിനെതിരെ പോരാടുന്ന എല്ലാ അന്ധകാര വ്യാപാര ശക്തികളുടെ മേലും ജയമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. ദൈവകൃപ ധാരാളമായി നമ്മുടെ മേൽ വെളിപ്പെടുത്തെ. ഏലിയാവിനെ പിന്തുടർന്ന് യോർദാൻ വരെ പോയി. പ്രവാചക ശിഷ്യന്മാർ ഇങ്ങനെ വിചാരിച്ചു, ഇവന് വേറെ പണിയൊന്നുമില്ലേ, ഇന്നല്ലെങ്കിൽ നാളെ പ്രവാചകനെ അവന്റെ തലയ്ക്കിൽ നിന്ന് ദൈവം എടുത്തുകൊള്ളും. ആ വെളിപ്പാട് ഞങ്ങൾക്ക് കിട്ടിയതാ, അത് അവനോട് പറഞ്ഞതാ. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ അവൻ എവിടെ പോകുന്നോ അവിടെ പോകാൻ തയ്യാറായി. അങ്ങനെ പിന്തുടർന്ന് ചെല്ലുന്നവർക്ക് അധികാരം കേട്ടോ, പിന്തുടർന്ന് ചെല്ലുന്നവർക്ക് അഭിഷേകം. പിറകെ പോകുന്നവർക്ക് ഭയങ്കര അഭിഷേകമാ. കർത്താവിന്റെ പിറകെ പോകാൻ നമ്മൾ തയ്യാറാകുമോ അവിടെ അഭിഷേകം വ്യാപരിക്കാൻ ഇടയാകും. ദൈവം എന്തു പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയും, മോളെ നീ പിന്തുടർന്ന് ഒരു യോർദാന്റെ അനുഭവത്തിലായിരിക്കും നീ ലാസിച്ചെന്നെത്തുന്നത്. പക്ഷെ അത് പ്രതികൂലമായിരിക്കുക, നിന്നെ മുക്കിക്കളയുന്ന അനുഭവങ്ങളായിരിക്കുക. പക്ഷെ അതിന്റെ നടുവിൽ അതിനെ വിഭാഗിക്കാനുള്ള ഒരു അഭിഷേകവുമായി നീ പിൻപോട്ട് വരാനിടയായി തീരും. ഹല്ലേലൂയ. രക്തത്താൽ ജയം. നമ്മൾ വായിക്കുന്നല്ലോ, ഞാൻ റെഫറൻസ് എടുത്തു വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. റെഫറൻസ് കൊയ്ത്ത് കാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകുമെന്ന് നമ്മൾ വായിക്കുന്നു. കൊയ്ത്തുകാലം വരുമ്പോ യോർദാന്റെ തീരം കവിഞ്ഞൊഴുകും. പലരും പല രീതിയിൽ അതിനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ പറയുന്നത് കൊയ്ത്തുകാരെ, അത് നല്ല പോസിറ്റീവ് മൈൻഡിൽ പറയുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം പറയാം, ആ കൊയ്ത്തിനെ നമ്മൾക്ക് അവകാശം വാക്കുവാൻ കഴിയാതെ വേണം. യോർദാന്റെ തീരമെല്ലാം കവിഞ്ഞൊഴുകി കൊയ്ത്തിനെ മുക്കിക്കളയുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ അവിടെയാണ് നിന്റെ അഭിഷേകം വർദ്ധിപ്പിക്കുന്ന സമയം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? വളരെ എല്ലാം സന്തോഷമായിരിക്കുന്ന ഒരു ആത്മീയ അനുഭവത്തിലും സന്തോഷമായിരിക്കുന്ന ഒരു സന്ദർഭത്തിലും രാജത്വം പുതുക്കാനുള്ള ആ സ്ഥലത്തിലും എന്റെ നിന്ന ഉരുട്ടിക്കളയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വെച്ചല്ല, അപ്പത്തിന്റെ ഭവനത്തിൽ വെച്ചല്ല, ദൈവത്തിന്റെ ആലയം സ്ഥാപിക്കപ്പെടുന്ന സ്ഥലത്ത് വെച്ചല്ല നമുക്ക് അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കുണ്ടാകുന്നത്. എന്റെ പ്രതികൂലത്തിന്റെ സമയങ്ങളിൽ, എന്റെ പ്രതിസന്ധിയുടെ സമയങ്ങളിൽ അനർത്ഥം എന്നെ മുക്കിക്കളയുമെന്നും പ്രതികൂലം എന്നെ വിഴുങ്ങിക്കളയുമെന്നും ഞാൻ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന അതേ സമയത്ത് ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ വിടുതൽ, ദൈവാത്മാവിന്റെ ഇരട്ടി പങ്കിന്റെ അനുഭവം എനിക്ക് പ്രാപിക്കാൻ പറ്റും. ഈ വചനം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. പ്രതികൂലങ്ങളിൽ അമർന്നിരിക്കുന്നവരെ, പ്രതിസന്ധികളിൽ അമർന്നിരിക്കുന്നവരെ, പ്രശ്നങ്ങൾക്കകത്ത് അകപ്പെട്ടിരിക്കുന്നവരെ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, ഈ പ്രതിസന്ധി ഘട്ടത്തില് അഭിഷേകം നിങ്ങളുടെ മേൽ വരുന്നത്, ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തില് നിങ്ങളെ ശുശ്രൂഷയ്ക്കായിട്ട് പുറത്തെടുക്കുന്നത്. യോർദാനിൽ എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പ്രതികൂലം ദൈവം നിന്റെ മുമ്പിൽ വയ്ക്കുമ്പോ അത് വേണ്ടെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. ആ പ്രതികൂലങ്ങളെ തരണം ചെയ്യാ ഞാൻ എന്നെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് പറയാ, കർത്താവ് അവിടെ എനിക്ക് എന്താ കിട്ടുന്നേ, യോർദാനിൽ എനിക്ക് എന്താ കിട്ടുന്നേ? തീരമെല്ലാം കവിഞ്ഞൊഴുകുന്ന കൊയ്ത്തിനെ നശിപ്പിക്കുന്ന ഒരു അനുഭവമാണല്ലോ എന്റെ മുമ്പിലുള്ളത്. അവിടെ വെച്ച് എനിക്ക് എന്താ കിട്ടുന്നേ? ഈ ബ്ലസി സോനു എന്ന് പറയുന്ന ഒരു ദൈവദാസി ഇതിനൊക്കെ തിരിപ്പുണ്ടല്ലോ. ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസിയോട് ഇന്ന് പകലിൽ ശക്തമായി പറയുന്നു, ഒരു പ്രതിസന്ധി ഘട്ടം നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ നീ ഭാരപ്പെട്ടു പോകരുത്. അവിടെ വെച്ച് നിനക്കൊരു ആത്മീയ വിടുതലും ഭൗതിക വിടുതലും ദൈവത്തിന്റെ ആത്മാവ് തരുമെന്ന ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് ആലോചന പറയുക. പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകല്ലേ, നിന്നകളുടെ നടുവിൽ തളർന്നു പോകല്ലേ. നീ പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിനക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ബേതേലിൽ നിനക്കൊരു ഉയർച്ച ഉണ്ടാകുന്നു നീ ചിന്തിച്ചാൽ അവിടെ വെച്ചല്ല നിന്നെ ആരും കൈ
കൈത്താങ്ങുന്നത്. യോർദാന്റെ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുക, പ്രതികൂലത്തിന്റെ താഴ്വരകളിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുക, പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് ദൈവം നിന്നെ എടുത്തെറിയോ. ആ നേരം നീ ചിന്തിച്ചോ, ഈ ദൂത് നീ നിന്റെ മനസ്സിൽ കുറിച്ചിട്ടോ. പ്രതിസന്ധിയുടെ ആഴങ്ങളിൽ ദൈവം നിന്നെ എടുത്തെറിയുമ്പോ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, അതിന്റെ നടുവിൽ വെച്ച് ഞാൻ നിനക്കൊരു അഭിഷേകത്തിന്റെ ഉറവ തന്നെ തുറന്നു തരുമെന്ന്. ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഏലിയാവ് അങ്ങോട്ട് യോർദാനിലേക്ക് പോയപ്പോ അവൻ കണ്ടതാ, അവന്റെ മേൽ നിന്ന് ആ പുതപ്പ് അവൻ അടിച്ച് ആ യോർദാനെ വിഭാഗിച്ചു അക്കരെ കടന്നു. അക്കരെ കടന്നപ്പോ ഇവര് വിചാരിച്ചു അങ്ങനെ തിരിച്ചു വരും. ആ പ്രവാചക ശിഷ്യന്മാർ ദൂരെ നോക്കിക്കൊണ്ടിരിക്കുക. പ്രവാചകനെ ഇവിടെ നിന്ന് എടുത്ത് മേളിൽ കൊണ്ടുപോകുമ്പോ ഏലീശ എങ്ങനെ തിരിച്ചു വരുന്നെന്ന് ഞങ്ങൾക്ക് കാണാം. ശുശ്രൂഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതമേ, പിന്നോട്ട് നിൽക്കുന്ന പ്രവാചക ശിഷ്യന്മാരെന്ന് പറയുന്ന ഗ്രൂപ്പുകളുണ്ടല്ലോ, അവര് നമ്മുടെ വീഴ്ച കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാ. നമ്മളിലുള്ള ആ പകർന്ന അഭിഷേകം അവരറിയുന്നില്ല കേട്ടോ. യോർദാനിൽ ചെന്ന് പ്രാപിച്ച അഭിഷേകം എത്രയെന്ന് പ്രവാചക ശിഷ്യന്മാർ അറിയുന്നില്ല. അവര് ദൂരെ നോക്കിക്കൊണ്ടിരുന്ന ആ വാക്യം വായിക്കുമ്പോഴൊക്കെ ഞാൻ ഇന്നത്തെ കാലയളവ് കൊണ്ട് ചിന്തിക്കാറുണ്ട്. നമ്മളെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മളെ ദൂരെ നോക്കിക്കൊണ്ടിരിക്കുന്നവർ, പ്രതികൂലത്തിൽ നമ്മൾ അകപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെയാ ഇതിന് കയറുന്നതെന്ന് ദൂരെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ആത്മീയ വൃന്ദമുണ്ട്. ഇന്ന് പകലും ഞാൻ അതൊന്നും എടുത്ത് പൊക്കി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആരുണ്ടെങ്കിലും ഇന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ ശരണപ്പെട്ടുകൊണ്ട് പറയുക, ഞാൻ യോർദാനിലേക്ക് പോകുമ്പോ എന്റെ ദൈവം അറിയാതെയല്ല എന്നെ യോർദാനിൽ കൊണ്ടുപോയത്. ഈ ദൈവദാസി ജെയിനി മറിയം ജെയിംസ്, കർത്താവിന്റെ ദാസിയെ ദൈവത്തിന്റെ ആത്മാവ് അനേക പ്രാവശ്യം, ഞാൻ അനേക മീറ്റിംഗിന്റെ ബോർഡുകൾ ദൈവദാസിയുടെ ശുശ്രൂഷകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആത്മാവിന്റെ ഒരു ഇരട്ടിപ്പങ്ക് നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ തന്നെ നിന്നെ എടുത്തെറിഞ്ഞ് അനേകരുടെ മുമ്പിൽ ഉപയോഗിക്കുന്ന ഒരു ശുശ്രൂഷയുടെ അനുഭവത്തിലേക്ക്, പുതിയൊരു അനുഭവത്തിലേക്ക്, ഇന്നലെ വരെ ശുശ്രൂഷിച്ച ഒരു മാനദണ്ഡത്തിൽ അല്ല. ഇന്ന് ദൈവസന്നിധി നീ സമർപ്പിച്ചോ. ഇന്നു മുതൽ നീ ശുശ്രൂഷിക്കാൻ പോകുന്നിടത്ത് അഭിഷേകത്തിന്റെ മാരി ചൊരിയത്തക്ക നിലകളിൽ നിന്റെ മേൽ കൃപ എന്ന് പറയുന്നത് പോലെ അഭിഷേകത്തിന്റെ ഒരു മാരി ദൈവദാസിയുടെ മേൽ ചൊരിയുമെന്ന് ദൈവാത്മാവ് പറയുക. ചില വിഷയങ്ങളൊക്കെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നു. ആ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി കരങ്ങൾ ഉയർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നു പോകല്ല. അതരഘടക ദുരകമനകരകജനകരഹസ്തരവൈഷമനഘടകസ്യ. യോർദാന്റെ അനുഭവത്തിൽ നീ പലപ്പോഴും അകപ്പെട്ടപ്പോഴും അവിടെ നിന്ന് എങ്ങനെ തിരിച്ചു വരുന്നെന്ന് നോക്കി നിന്ന ഒരു കൂട്ടമുണ്ട്. അതിന്റെ നടുവിൽ ഓ റീഖാന ഭാഷമാനകസ്യ, ഏലിയാവിന്റെ പുതപ്പ് അവന്റെ മേൽ വീണപ്പം ഇനി അത് ഏലീശയുടെ പുതപ്പല്ല. റീമാ ഹസ്തര ദിഗശസ്യ, ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് തന്നെ അവൻ എടുത്ത് യോർദാനെ കീറി മുറിച്ചതുപോലെ നീ പലപ്പോഴും യോർദാന്റെ അനുഭവങ്ങളെ കീറി മുറിച്ചവളാ. അങ്ങനെ മുറിച്ച് കടന്നു വന്നപ്പോൾ അന്താളിച്ചു പോയ ഒരു കൂട്ടമുണ്ടെന്ന് ദൈവാത്മാവ് പറയുന്നു. എനിക്കറിയില്ല ദൈവദാസി നിങ്ങളുടെ ജീവിതം, എന്നാൽ ഇന്നു പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അനേക സന്ദർഭങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ട് മാനസികമായി തകർന്നു പോയ അനുഭവങ്ങൾ ഉണ്ടെന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ കാണിക്കുക. ആ തകർച്ചയുടെ നടുവിലും നീ എന്റെ സന്നിധി പിടിച്ചു നിന്നതുകൊണ്ട്, പിറകെ വന്നതുകൊണ്ട്, പിന്തുടർന്ന് വന്നതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്നെ ഓരോ നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. അഭിഷേകത്തിന്റെ മേൽ അഭിഷേകം പകർന്ന് ഞാൻ നിന്നെ കരം പിടിച്ച് ഉയർത്താൻ പോവുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് ഏലീശ എടുത്തു. അതെവിടെ വെച്ചാന്നറിയാമോ? യോർദാന്റെ അക്കരെ ചെന്നു. അക്കരെ ചെന്നിട്ട് പിന്നെ അവന് ഇക്കരെ കടന്നു വരണ്ടായോ? ഏലിയാവിനെ എടുത്തുകൊള്ളപ്പെടുന്ന അവിടെ വെച്ച് അവനോട് ചോദിക്കുക, നിനക്ക് എന്തോ വേണം, നിനക്ക് എന്തോ വേണം, നിനക്ക് എന്തോ വേണം. ഇതങ്ങ് ഗിൽഗാലി വെച്ച് ചോദിച്ചാൽ പോരായിരുന്നോ? അല്ല ബേതേലിൽ വന്നപ്പോ അവിടെ വെച്ചെങ്കിലും ഒന്ന് ചോദിച്ചാൽ പോരായിരുന്നോ? അല്ല എരിഹോവി വന്നപ്പോ അവിടെ വെച്ചെങ്കിൽ? ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് ഏലീശ യോർദാൻ വരെ ഏലിയാവിനെ പിന്തുടർന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കുമ്പം എൻ്റെ ഹൃദയത്തിന്റെ അകത്തെ ആഗ്രഹം, ഇത്രയും കാലം ഞാൻ ഏലിയാവിന്റെ പിറകെ നടന്ന് ഏലിയാവ് ചെയ്ത ശുശ്രൂഷകളെല്ലാം കണ്ടു. എനിക്ക് അതുപോലെ മാത്രം ചെയ്താൽ പോരാ, അതിനേക്കാൾ ഇരട്ടിയായ ഒരു
അഭിഷേകത്തിന്റെ ശുശ്രൂഷ എന്റെ ജീവിതത്തിൽ പ്രാപിക്കണം. എനിക്ക് എന്റെ ഗുരുനാഥനോട് അത് ചോദിക്കണം. അത് എങ്ങനാ കിട്ടുന്നത്? പക്ഷെ ചോദിക്കാൻ ഒരവസരം അവൻ കൊടുക്കുന്നില്ലല്ലോ. ഗിൽഗാലിൽ ചെന്നപ്പോഴും കൊടുത്തില്ലല്ലോ. വേദയിൽ ചെന്നപ്പോഴും ചോദിക്കാൻ ഒരു അവസരം, അങ്ങോട്ട് കയറി ചോദിക്കാനുള്ള തൻ്റെ അവനില്ല. എനിക്ക് നീ പോണതിന് മുമ്പ് ഇങ്ങനെ തരണമേ എന്ന് പറയാനുള്ള തൻ്റെ അവൻ ഉണ്ടായില്ല. ഗിൽഗാലിൽ ചെന്നപ്പോ അവൻ വിചാരിച്ചു ഇവിടെ വച്ച് ചോദിക്കാം, പക്ഷെ പറ്റിയില്ല കേട്ടോ. വേദയിൽ ചെന്നപ്പം ചോദിച്ചു എനിക്ക് ഇരട്ടി പങ്ക് ആത്മാവിനെ വേണം, അതിന് ചോദിക്കാൻ വേണ്ടി ഒരു അവസരം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു, കിട്ടിയില്ല കേട്ടോ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ കൂടിയിരിക്കുന്ന ആത്മീയ കൂട്ടത്തിൽ ഒരു പക്ഷേ ആത്മീയമായി നമ്മളെ ഉയർത്തിവിടുന്ന ഒരു തലമുറ അല്ല നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ ഇത് പറയുമ്പോൾ എന്റെ മാതൃസഭയിലുള്ള ആരെങ്കിലും അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്റെ മാതൃസഭയിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഞാൻ അനേക ഇടങ്ങളിൽ ദൈവത്തിന്റെ വചനമൊക്കെ പ്രസംഗിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു കാര്യം അവരറിഞ്ഞാൽ പോലും അറിഞ്ഞ ഭാവം നടിക്കാത്ത എന്റെ മാതൃസഭ എന്ന് പറയുമ്പം എന്റെ വിവാഹത്തിന് മുമ്പ് ഞാനായിരുന്ന എന്റെ മാതൃസഭയിൽ എല്ലാ മാസങ്ങളിലും എനിക്ക് വേണ്ടി തന്നെ എന്നാ എനിക്ക് തോന്നുന്നത് അവിടെ ഇരുന്ന ദൈവദാസൻ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കും. എല്ലാ മാസങ്ങളിലും 3-ാമത്തെ ശനിയാഴ്ച 8 മണി മുതൽ 4 മണി വരെ ഒരു ഉപവാസം വെച്ചിട്ട് അതിനകത്ത് എനിക്ക് വചനം പ്രസംഗിക്കാനുള്ള അവസരം എന്റെ ദൈവദാസൻ തന്നിരുന്നു. ആ ദൈവദാസൻ ഇന്ന് നിത്യതയിൽ പ്രവേശിക്കുന്നു. പക്ഷെ ഞാൻ എന്റെ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഏപ്രിൽ മാസം ആകുമ്പോൾ 22 വർഷമാകും. ഇന്ന് വരെ ഞാൻ എന്റെ സഭയിൽ പ്രസംഗിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. സാരമില്ല. കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, കർത്താവിന്റെ വചനം പറയുന്നില്ല ഒരു പ്രവാചകന് സ്വന്തം എന്താ പറയുന്നത്, സ്വന്തം ആ സ്ഥലത്ത് മാനിക്കപ്പെടത്തില്ലെന്ന് കർത്താവിനെ കുറിച്ച് തന്നെ പറയുന്നല്ലോ. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ അങ്ങോട്ടൊന്നും പറയാറില്ല, എനിക്ക് 5 മിനിറ്റ് തരണേന്നൊന്നും ഞാൻ പറയാറില്ല, എനിക്ക് വേറെ പണിയില്ലയോ. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹിതത്താൽ എല്ലാ സ്ഥലങ്ങളിലും പല മീറ്റിങ്ങുകളിലും പ്രസംഗിക്കാൻ എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. ഇവർക്കൊന്നും വേണ്ടാഞ്ഞിട്ടല്ലേ, അവര് പറയാത്ത വചനങ്ങളൊക്കെ ഞാൻ പറയും കേട്ടോ. ദൈവം എനിക്ക് തന്നിട്ടാ, അതൊന്നും അവർക്ക് കേൾക്കാനുള്ള യോഗമില്ലാത്തോണ്ടല്ലേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് അങ്ങ് ആശ്വസിക്കാം. പക്ഷേ ദൈവം ഒരു സമയം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് യോർദാന്റെ തീരമായിരിക്കാം. ഇന്ന് പകലിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വളരെ ഭാരപ്പെട്ട പ്രസംഗിച്ചത്. ഞാൻ എങ്ങനെയാ ഈ വചനം പ്രസംഗിക്കുന്ന? കാരണം ഞാനിതൊരു തയ്യാറെടുപ്പിലല്ലല്ലോ. പക്ഷെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിയന്ത്രിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കറക്റ്റ് സമയത്ത് ഞാൻ ഇരിക്കും കേട്ടോ. ഫേബാൻഡി 10 മണിക്ക് ഞാൻ നിർത്തും. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവിന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ആര് നമ്മളെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ലെങ്കിലും, ആര് നമുക്ക് പ്രാർത്ഥിക്കാൻ അനുവദിച്ചില്ലെങ്കിലും, നമ്മുടെ ശുശ്രൂഷകളെ ആരംഗീകരിച്ചില്ലെങ്കിലും ഒരു യോർദാൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും, കർത്താവേ, ബേഥേലിൽ എനിക്ക് കിട്ടാത്തത് എവിടാ യോർദാനിൽ കിട്ടുന്നത്? ഗിൽഗാലിൽ എനിക്ക് കിട്ടാത്ത അഭിഷേകം എവിടാ യോർദാനിൽ കിട്ടുന്നത്? യോർദാനിൽ വന്നപ്പം ഏലിയാവിന് മനസ്സിലായി, ഇതെന്റെ ലാസ്റ്റ് ഘട്ടമാ. അവൻ ഇതുവരെ എന്റെ പിറകെ നിന്നു, ഇനി അവനെ അനുഗ്രഹിക്കാതെ, അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം ചോദിക്കാതെ ഞാൻ പോയി കഴിഞ്ഞിട്ടും അവൻ പറയും, ഞാൻ എന്റെ ഗുരുനാഥനെ ഇതുവരെ പിന്തുടർന്നിട്ട് ഞാൻ അവസാനമായിട്ട് എന്റെ ആഗ്രഹം പോലും ചോദിക്കാൻ ഏലിയാവിന് കഴിഞ്ഞില്ലല്ലോ. അത് ഏലിയാവിന്റെ ശുശ്രൂഷയുടെ ഒരു പാകപ്പിഴവായിട്ട് മാറും. ദൈവം അവനോട് ഇടപെട്ടു. നിന്റെ പിറകെ വന്ന യോർദാനിൽ വരെ നിന്റെ പിറകെ വന്ന് എല്ലാ പ്രതികൂലങ്ങളും സഹിച്ച് പ്രവാചക ശിഷ്യന്മാർ ഏറ്റവും പുറകെ നിന്നപ്പോഴും, അവര് വീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോഴും, അവസാനം എന്താകുമെന്ന് നോക്കി നിന്ന അനേകരുടെ മുമ്പില് ഇവൻ എന്റെ പിറകെ വന്നല്ലോ, ഞാൻ പോയിടത്തെല്ലാം എന്റെ സേവ ചെയ്യാൻ വന്നല്ലോ, ഞാൻ അവനെന്താ കൊടുക്കേണ്ടത്? ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നുണ്ട്. മോനെ, നിനക്കെന്താ വേണ്ടത്? ഈ ചോദ്യമല്ലേ ഏലീശ ആഗ്രഹിച്ചത്? ഇത് എന്നോട് ബേഥേലിൽ വെച്ച് ചോദിക്കാമായിരുന്നില്ലേ? എന്നോട് ഗിൽഗാലിൽ വെച്ച് ചോദിക്കാമായിരുന്നില്ലേ? എന്നോട് യെരിഹോവിൽ വെച്ച് ചോദിക്കാമായിരുന്നില്ലേ? ഈ യോർദാങ്കൽ വന്നിട്ടാണോ ചോദിക്കുന്നതൊന്നും അവൻ പറഞ്ഞില്ല. നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, അയ്യോ, ബേഥേലിൽ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ബേഥേലിൽ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു എന്റെ അഭിഷേകത്തിന്റെ ആ നിറവ് എനിക്ക് പ്രാപിക്കാൻ. പക്ഷെ എനിക്ക് അവസരം കിട്ടില്ല. ഇനി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് പിറകെ പോയേനെ. ഇന്ന് പകലിൽ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ അഭിഷേകത്തെ ജ്വലിപ്പിക്കാൻ അനുവദിക്കുന്ന ഒരു ആത്മീയ സമൂഹത്തിലല്ല നീ ആയിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന് നിന്നെ കുറിച്ച്
അത് യോർദാന്റെ അനുഭവത്തിൽ വന്നാൽ നിന്നെ കൊണ്ട് അത് ചെയ്യിക്കാൻ ദൈവം വിശ്വസ്തന. അവൻ പറഞ്ഞു, അങ്ങെടുത്തു കൊള്ളപ്പെടുന്നതിന് മുമ്പേ എനിക്ക് വേണം അങ്ങയുടെ മേൽ പകർന്ന ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. ഇത് തന്നെയാണല്ലോ ഞാൻ മുമ്പ് പ്രസംഗിച്ചപ്പോഴും പ്രസംഗിച്ചത്. അഭിഷേകമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതിന്റെ തുടർച്ചയൊന്നും അല്ല കേട്ടോ ആന്റി. അതിന്റെ തുടർച്ചയായിട്ടുള്ള പ്രസംഗം ഞാൻ വേറെ തയ്യാറാക്കുന്നുണ്ട്. പക്ഷെ അത് ദൈവം അനുവദിക്കുമ്പോഴേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഇന്ന് പകലിൽ എനിക്ക് ലഭിച്ച ഈ അവസരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഉത്സാഹിപ്പിച്ച് പറയുക, നമ്മളിൽ പലരിൽ ആരൊക്കെയോ ഞാൻ ആയിരിക്കുന്ന ആത്മീയ സമൂഹത്തിൽ എന്റെ ശുശ്രൂഷകളെ ഒന്ന് പുതുക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് അവസരം തരാൻ ആളില്ലല്ലോന്നോർത്ത് നീ ഭാരപ്പെടരുതേ. അങ്ങനെ ഒരു സമയത്ത് ഭാരപ്പെട്ടിരുന്ന ഒരാളാ ഞാന്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ മേലൊരു വചനം തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറയാൻ നിനക്ക് അവസരം വേണോ? ഇന്നാ എടുത്തോ. കഴിഞ്ഞ ദിവസം എന്നെ ഒരു ആൾ വിളിച്ചിട്ട് പറഞ്ഞു, വെള്ളിയാഴ്ച 6:30 പ്രസംഗിക്കാമോ? ഞാൻ വളരെ ഭാരപ്പെട്ടു, കാരണം എനിക്ക് പ്രസംഗിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് സമയം കിട്ടുന്നില്ല. കാരണം BBSന്റെ ട്രെയിനിങ്ങിന് പോയിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ തന്നെ 6:30-7 മണിയാവും. അന്നേരം അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിക്കാതെ ഒന്നും നീ കയറിയേ കണ്ട എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് ഈ വെള്ളിയാഴ്ച പറ്റത്തില്ല, കാരണം ഇന്നതാണ്. അവരാരും ഒന്നും തന്നൊന്നും പ്രസംഗിപ്പിക്കുന്നൊന്നും അല്ല കേട്ടോ. ഞാൻ എന്നെ വിളിക്കുന്നിടത്തൊക്കെ പോയി പ്രസംഗിക്കും. എന്തിനാന്നറിയാമോ? ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ മേൽ പകർന്നിരിക്കുന്ന ഈ വചനത്തിന്റെ വെളിപ്പാട് ആരോടേലും ഒന്ന് പറയാൻ. പക്ഷെ എനിക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, നീ എടുത്തോ സമയം, നിനക്ക് വേണ്ട എന്ന് പറയുന്ന വരെ ഞാൻ നിനക്ക് തരുമെന്ന്. ഞാൻ വേണ്ട എന്ന് പറയത്തില്ല, ഞാൻ ദൈവത്തോട് പറഞ്ഞേക്കുക. ദൈവം എനിക്ക് വചനത്തിന്റെ വെളിപ്പാട് തരുമ്പോ അത് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു അവസരം കർത്താവ് ഇന്ന് പകലിലും തന്നില്ലേ? അത് ദൈവത്തിന്റെ വലിയൊരു നീതിയാകട്ടോ. ദൈവത്തിന്റെ വലിയൊരു നീതിയാ. ഇന്ന് പോലെ ആത്മാവിൽ ഞാൻ സന്തോഷിക്കുക. ഇതിന്റെ പിന്നിൽ മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ഒരു കരമാ. ഇന്ന് പകൽ ദൈവാത്മാവിൽ ചിലരോടൊക്കെ ഞാൻ പറയുക, പേര് വിളിച്ചില്ല എന്നോർത്ത് ഭാരപ്പെടല്ലേ. സമയം നമ്മുടെ മുമ്പിലില്ല. എല്ലാവരോടും പേര് പറഞ്ഞ് ദൂത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു മീറ്റിംഗിലാകട്ടെ. എന്നാൽ ഇന്ന് പകൽ എല്ലാവരോടും ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളിൽ ആർക്കൊക്കെ ഈ വചനം ഉള്ളിൽ ക്രിയ ചെയ്യുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷെ ക്രിയ ചെയ്യുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ അവസരം ബേഥേലിലല്ല കേട്ടോ, നിങ്ങളുടെ അവസരം ഗിൽഗാലിലല്ല കേട്ടോ, നിങ്ങളുടെ അവസരം യെരിഹോവിലല്ല. ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന സ്ഥലത്തും ആരാധനയ്ക്ക് ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലത്തും ഒരുപക്ഷെ നിനക്ക് അഭിഷേകം കിട്ടിയില്ല എന്നിരിക്കും. പക്ഷെ ദൈവം നിന്നെ യോർദാനിൽ കൊണ്ടുപോകും. അവിടെ വെച്ച് ദൈവം നിന്നോട് ചോദിക്കും, നിനക്ക് എന്താ വേണ്ടത്? അപ്പൊ നീ പറയരുത്, യോർദാനി വെച്ച് എനിക്ക് എന്താ കിട്ടാനാ, ബേഥേലിൽ വെച്ച് എന്താ ചോദിക്കാത്ത. ഇങ്ങനെ ഒന്നും ചോദിക്കാൻ എലീശയെ നിനക്ക് അവകാശമില്ല. യോർദാനിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ പിന്നാലെയാണ് നീ പോയിരിക്കുന്നത്. അവന് ഇരട്ടിപ്പങ്ക് ആത്മാവിനെ കൊടുക്കാൻ ദൈവം വിശ്വസ്തന. എനിക്ക് അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് വേണം. അന്നേരം ഏലിയാവ് പറഞ്ഞ, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പം നീ എന്നെ കാണുമെങ്കിൽ നിനക്കത് ഉണ്ടാകും. നീ ചോദിച്ച കാര്യം പ്രയാസമുള്ള കാര്യം ചോദിക്കാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ ദൈവം ആരാന്നറിയാമോ? ഈ മനുഷ്യനല്ല. മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു കാര്യങ്ങൾ പ്രയാസം ഇല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ പോലും അവർക്ക് ചെയ്തു തരാൻ പറ്റത്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തോട് എത്ര പ്രയാസമുള്ള കാര്യം ചോദിച്ചാലും ചെയ്തു തരാൻ പറ്റും. ഏലിയാവ് പറയാ, നീ പ്രയാസമുള്ള കാര്യമായിട്ട് എന്റെ മുമ്പേ കാണുന്ന, പക്ഷേ ഒരടയാളം ഞാൻ കേറുമ്പോ നീ കാണുമെങ്കിൽ അത് നിനക്ക് കിട്ടും. ഏലീശ തീരുമാനിച്ചു, എന്തായാലും ഞാൻ യോർദാൻ വരെ വന്നു, എനിക്കിത് പ്രാപിച്ചിട്ട് എന്റെ കണ്ണടയ്ക്കാതെ ഞാൻ ഈ ഏലിയാവ് എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കി നിൽക്കും. ഇങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് പ്രാപിക്കാനുള്ള നന്മ, ആ ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ, ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധി തന്നെ നോക്കിയിരുന്ന് പ്രാപിക്കും എന്ന് പറയാൻ തയ്യാറാകാമോ? ഇന്ന് പകൽ ഞാൻ ദൈവസന്നിധി പറയുക, ജോയിസി ആന്റിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ദൈവസന്നിധി ചില വിഷയങ്ങളൊക്കെ വെച്ചിരിക്കുന്നല്ലോ, ദൈവമുഖത്തേക്ക് തന്നെ നോക്കിക്കോ. പ്രത്യക്ഷമായ ചില അടയാളങ്ങളിലൂടെ പ്രത്യക്ഷമായ ചില അടയാളങ്ങളിലൂടെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ അത് വെളിപ്പെടുത്തി അനുഗ്രഹ വിഷയമാക്കി പുറത്തു കൊണ്ടുവരും. ഏത് വിഷയമാണോ ഏറ്റവും അധികം നീ ഭാരപ്പെട്ട ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പ്രത്യക്ഷമായ ചില അടയാളങ്ങൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നെ നിന്നെ കാണിച്ച് ചിലതിനെ പുറത്തെടുക്കാൻ
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിനെതിരെ, അന്യഭാഷയ്ക്കെതിരെ, ശുശ്രൂഷകൾക്കെതിരെ വ്യക്തികൾ വാക്കുകൾ ഉതിർക്കുമ്പം ഭാരപ്പെടല് കേട്ടോ. ജെയിൻ ഇ എന്ന് പറയുന്ന ആന്റിയോടാ ഞാൻ പറയുന്നത്. പറയുന്ന അന്യഭാഷയൊക്കെ കോട്ടിക്കളയാൻ വ്യക്തികൾ വരുമെന്ന്. അന്നേരം ഭാരപ്പെട്ടു പോകല്. വലിയൊരു അഭിഷേകത്തിന്റെ ഉറവ നിന്റെ മേൽ തുറക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. ഇന്ന് വരെ ശുശ്രൂഷിച്ച ഒരു അനുഭവത്തിൽ അല്ല എന്ന് ദൈവാത്മാവ് പറയുന്നു. ഒരു പ്രത്യേക മണ്ഡലങ്ങൾ നിന്നെ എടുത്തറിയുമെന്ന് ദൈവാത്മാവ് പറയുക. അങ്ങനെയാണെങ്കിൽ ഏലിയാവ് പോയിക്കൊണ്ടപ്പം ഇവനെ കണ്ണു ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ വായിക്കുന്നത് അവൻ എങ്ങനെ പോയെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഒന്നും പറയുന്നില്ല. അഗ്നിരഥങ്ങൾ അഗ്നിയാശങ്ങളൊക്കെ വന്നു, അതിനെ കുറിച്ചൊക്കെ എനിക്ക് വിവരിക്കണമെന്നുണ്ട്, പക്ഷെ വിടുക. അങ്ങനെ അവൻ കേറി പോയപ്പോ ഇവ കണ്ടിട്ട് പറയും, എന്റെ പിതാവേ ഇസ്രായേലിന്റെ തേരും തേരാളികളും പിന്നെ അവനെ കണ്ടില്ല. അത്രയും കണ്ടാ മതി. പിന്നെ കണ്ടില്ലേലും കുഴപ്പമില്ല. കാണേണ്ട ഭാഗം മൊത്തം അവൻ കണ്ടു. അന്നേരം മനസ്സിലായി ഓറിബാല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ചിട്ട് 2 കണ്ണമായിട്ട് കീറിക്കളഞ്ഞു. ഏലിയാവിൽ മേൽ നിന്നുള്ള വീണ പുതപ്പ് അവൻ എടുത്തു. അങ്ങനെയാണല്ലോ വായിക്കുന്നത്. അവന്റെ വസ്ത്രം അവൻ കീറിക്കളഞ്ഞു. ഈ വചനത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ പുതപ്പ് നമ്മുടെ മേൽ വീഴുമ്പം, നമ്മൾ നേരത്തെ ഇട്ടിരുന്ന അഭിഷേകത്തിന്റെ അല്ലാത്തൊരു പുതപ്പുണ്ടല്ലോ, സാധാരണ ഒരു പുതപ്പ്, അതിനെ കീറിക്കളഞ്ഞില്ലെങ്കിൽ ആ പുതപ്പും ഈ പുതപ്പും കൂടെ ഭയങ്കര സംഘടന ഉണ്ടാകുമേ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ പുതപ്പ് എന്റെ മേൽ വീഴുമ്പം ആ പുതപ്പ് ഞാൻ പിടിക്കണം. എന്റെ മേൽ കിടക്കുന്ന ആ പഴയ പുതപ്പിനെ എടുത്ത് 2ആയി കീറിക്കളയണം. മാറ്റിവെക്കാനും ദൈവം പറഞ്ഞിട്ടില്ല. 2ആയിട്ട് കീറിക്കളഞ്ഞെന്നാ. മാറ്റിവെച്ചാൽ കുറെ കഴിയുമ്പോൾ എടുക്കാനും നമുക്കറിയാമല്ലോ. നമ്മൾ മാറ്റിവെച്ച സാധനങ്ങളൊക്കെ, ഞാൻ ചില ഡ്രസ്സുകളൊക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ മാറ്റി വെക്കുവേ. ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് അവരെ കണ്ടില്ലെങ്കിൽ ഞാൻ എടുത്ത് നോക്കുമ്പോൾ അയ്യോ ഇത് നല്ല ഡ്രസ്സായിരുന്നു, എന്തിനാ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് തിരിച്ചെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയും, ഇത് നീ കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നത് കൊണ്ടുപോയി. അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ കൊണ്ടുവെക്കുന്നത്. ഞാൻ മനുഷ്യനായിരുന്നെങ്കിൽ, ദൈവാത്മാവിന് കീഴ്പ്പെടാത്ത ഒരു ദൈവദാസി ആയിരുന്നെങ്കിൽ ഞാൻ ആ ഡ്രസ്സിനെ പിന്നെ എടുത്തിട്ടേനെ. ഒരാൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഡ്രസ്സ്. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. ഏലീശ ഈ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്തിട്ട് സ്വന്തം പുതപ്പിനെ മാറ്റി സൂക്ഷിച്ചു വച്ചേക്കാം. എന്തേലും ഒരു ആവശ്യം വന്നാലോ എന്നും പറഞ്ഞ് മാറ്റി വെച്ചായിരുന്നെങ്കിൽ, എന്നെങ്കിലും ഒരു കാലം പ്രയാസം പ്രതികൂലമൊക്കെ വരുമ്പോ അഭിഷേകത്തിന്റെ പുതപ്പിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്റെ പഴയ പുതപ്പ്, എന്റെ പഴയ സ്വഭാവം, എന്റെ പഴയ രീതികള്, എന്റെ പഴയ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം എടുത്തു പൊക്കിക്കൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവന്നാല് ദൈവം തന്ന അഭിഷേകത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീഴുമ്പം അത് തന്നെ ധരിക്കാൻ നീ തയ്യാറാകണം. നിന്റെ പഴയ സാധനങ്ങളെല്ലാം 2ആയിട്ട് നീ കീറിക്കളയണം. പിന്നെ അതിനൊരു ഉപയോഗമില്ലെന്ന് ദൈവാത്മാവ് പറയുക. ആത്മാവിൽ മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പിന്നെ അവൻ ചോദിക്കുന്ന ചോദ്യമൊക്കെ അങ്ങ് മാറ്റവാ. ഏലിയാവിന്റെ ദൈവം എവിടെ? ഇതുവരെ വല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏലിയാവിന്റെ പിറകെ നടന്ന് അവന്റെ കൈക്ക് വെള്ളം ഒഴിച്ചെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ പറയുക, ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെയെന്ന് പറഞ്ഞ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് യോർദാനെ 2ആയിട്ട് അടിച്ചപ്പം യോർദാൻ 2ആയിട്ട് വിഭാഗിച്ചില്ലേ? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പ്രതികൂലത്തിന്റെ നടുവിൽ നീ അഭിഷേകം പ്രാപിച്ചോ, അത് നിലനിൽക്കും കേട്ടോ. ആ അഭിഷേകം ആ പ്രതികൂലത്തെ 2ആക്കി മാറ്റാ, അതിനെ തകർത്ത് കളയുവാൻ, അതിനെ ആ പ്രതികൂലത്തെ അതിജീവിക്കാനുള്ള ഒരു കൃപ പകരുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ യുദ്ധം വന്നപ്പോ യഹോശാ രാജാവ് പറയുക, അവന്റെ മേൽ യഹോവയുടെ അരുളപ്പാടുണ്ട്, അവന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പ്രവാചക ശിഷ്യന്മാർ മാറി നിന്നിട്ട് പറയാ, അവന്റെ മേൽ ഏലിയാവിന്റെ ആത്മാവ് അധിവസിക്കുന്നു. എത്ര ഭയങ്കരമാ അല്ലേ? ദൈവം തരുന്ന ശുശ്രൂഷ എത്ര ഭയങ്കരമാ. മനുഷ്യർ നേരത്തെ മാനിച്ചായിരുന്നെങ്കിൽ ഒന്നും കിട്ടത്തില്ലായിരുന്നു കേട്ടോ. വേദേലി കിട്ടിയായിരുന്നെങ്കിലും വലിയ മാഹാത്മ്യമില്ലായിരുന്നു. യോർദാങ്കൽ വരെ പോകാൻ തയ്യാറായി. അവിടെ നിന്ന് കിട്ടുന്ന ശുശ്രൂഷയ്ക്ക് ഭയങ്കര മഹത്വമാ. ഇന്നു പകൽ നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാമോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്റെ 2-3 മിനിറ്റ് കൂടെ എടുക്കാൻ പറ്റുമോ? കാരണം എനിക്ക് 9:30 ആയിട്ടാ എനിക്ക് സമയം തന്ന കേട്ടോ. 1 മണിക്കൂർ.
ഓക്കെ, ഓക്കെ. അപ്പൊ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നെന്ന് ദൈവാത്മാവ് പറഞ്ഞിട്ടാ ഞാൻ ആ കാര്യം ചോദിച്ചത് കേട്ടോ. കർത്താവ് നന്ദിയോടെ സ്തോത്രം. ദൈവം തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ വാഴ്ത്തും. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാമോ? ദൈവാത്മാവ് പറയുന്ന പേരുകളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊക്കെ വ്യക്തിപരമായി ദൈവത്തിന്റെ ആത്മാവിന് ഇടപെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നമ്മളായിട്ട് എന്തിനാ തടസ്സം സൃഷ്ടിക്കുന്നത്? ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഈ വചനത്തിന്റെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നെന്ന് പറയാമോ? പലപ്പോഴും ഞാൻ ബേഥേലിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ആത്മീയ അനുഭവങ്ങളൊക്കെ കണ്ട് അവിടെ ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ ദൂതന്മാരൊക്കെ ഇറങ്ങുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അത് ദൈവത്തിന്റെ നീതിയാ, ദൈവം ആഗ്രഹിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാ. പക്ഷെ അവിടെ എനിക്കൊന്നും പ്രാപിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഞാൻ എവിടെയാ പോയി പ്രാപിക്കുന്നതെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് പോലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ബേഥേലല്ല, നിങ്ങളെ ഒരു പൂർണ്ണ സുവിശേഷകരായിട്ട് അല്ലെങ്കിൽ പൂർണ്ണ അഭിഷേകം പ്രാപിക്കാൻ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിനക്ക് തരാൻ ആഗ്രഹിക്കുക. ബേഥേലിൽ നിനക്ക് കിട്ടാത്തത് കൊണ്ട് ഭാരപ്പെടേണ്ട. അതിന്റെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് നിന്നെ യോർദാനിൽ അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസ്തനാ. പ്രതികൂലങ്ങൾ പ്രയാസങ്ങളുടെ നടുവിലാണോ നീ ആയിരിക്കുന്നത്? ഭാരപ്പെടരുതേ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ പ്രതികൂലത്തിന്റെ നടുവില് നിനക്കൊരു വിടുതലുണ്ട്. ഈ ബ്ലസി ടീജു എന്ന് പറയുന്ന ഒരു ദൈവദാസി ഇരിപ്പുണ്ടല്ലോ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നെ ദൈവം എടുത്തെറിയുമ്പം നീ ഭാരപ്പെടരുത് കേട്ടോ. അവിടെ നിനക്കൊരു അഭിഷേകത്തിന്റെ വലിയൊരു താലം വെച്ചിട്ടുണ്ട്. ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു തുറമുഖം തന്നെ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ആലോചന അറിയിക്കുക. ഈ ജൂലി പ്രിൻസ് എന്ന് പറയുന്ന ഒരു ദൈവദാസി കരങ്ങളെ ഉയർത്തി പറയുന്നല്ലോ, എന്നോട് സംസാരിക്കണമെന്നാണോ പറയുന്നത്? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്കൊരു അഭിഷേകത്തിന്റെ തലം വെച്ചിട്ടുണ്ട്. അത് ബേഥേലി നിനക്ക് കിട്ടത്തില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ നിനക്ക് കിട്ടത്തില്ല. ഇവിടെ നിന്ന് എനിക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിന്ന് നിനക്ക് ചില പ്രത്യേക അനുഭവങ്ങൾ കിട്ടത്തില്ലെന്ന് ദൈവാത്മാവ് പറയുന്നു. നിന്നെ ദൈവം എടുത്തെറിയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് നീ പിന്തുടർന്ന് പോകാൻ തയ്യാറാകണം. എന്റെ ദൈവത്തോട് നീ പറ, ദൈവമേ, നീ അങ്ങനെ എവിടെ കൊണ്ടുപോകുമോ അവിടെ വെച്ച് മതി. എന്റെ ദൈവം എനിക്ക് തരുന്നത് മതി, മനുഷ്യൻ തരുന്നത് എനിക്ക് വേണ്ട എന്ന് നീ ഇന്ന് പകല് തീരുമാനിക്കാമോ? റീമാന ഹദര ജഗനസ്യ റീബൽ പ്രൗഢമനഘടകത രഘടകസ്യാന. ഇതിനകത്ത് ലിസിക്കുട്ടി ജോയിസാമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ദൈവദാസി ഇതിനകത്ത് മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. ആ ദൈവദാസിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവം നിന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് അനുഗ്രഹിക്കും. പലപ്പോഴും നീ ഭാരപ്പെടുന്നു, ബേഥേലിൽ എനിക്കൊരു അനുഗ്രഹം ലഭിക്കുന്നില്ല, ബേഥേലിൽ എനിക്കൊരു അനുഗ്രഹം ലഭിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ബേഥേലിൽ വെച്ച് നിനക്ക് ആരും ഒന്നും തരത്തില്ല. നിന്റെ കൂടെ ആരാധിക്കുന്നവർ നിനക്കൊരു അവസരം തരത്തില്ല. നിന്റെ അവസരം യോർദാന്റെ അനുഭവത്തിലാ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയം. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, ആരുമില്ലാത്തൊരു സ്ഥാനത്ത് നിന്നെ ദൈവം എടുത്തെറിഞ്ഞെങ്കിൽ ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവിടെ വെച്ച് ഞാൻ എൻ്റെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് നിന്റെ മേൽ അയക്കുമെന്ന് ദൈവാത്മാവ് പറയുക. നിമ്മി ജോസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അഭിഷേകത്തിന്റെ ഒരു ഇരട്ടി പങ്കിന് വേണ്ടി ആഗ്രഹിച്ചു കൊള്ളാൻ. ഈ ദിവസങ്ങൾ തുടർന്ന് നിന്റെ ജീവിതത്തിൽ ചില പ്രത്യേക പ്രതികൂലങ്ങളുടെ അനുഭവങ്ങൾ മുന്നിലുണ്ട്. ദൈവാത്മാവ് പറയുക. അതിന്റെ നടുവിൽ നിനക്ക് നിൽക്കണമെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ, എനിക്ക് അഭിഷേകത്തിന്റെ ഒരു ഇരട്ടി പങ്ക് വേണം. വേദൽ ഖമനഘടക ദുരാജകക്ഷം വന്തൽ ഖമന ദുരാധരാധന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൂസൻ ജോൺ മലേഷ്യ എന്ന് പറയുന്ന ദൈവദാസിയെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, അനേകം പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിന്റെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ലെന്നോർത്ത് ഭാരപ്പെടരുത്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരു പ്രത്യേക ദർശനം നിന്റെ മുറിക്കകത്ത് ഞാൻ നിനക്ക് പകർന്നു തരുമെന്ന് ദൈവാത്മാവ് പറയുക. അതനുസരിച്ച് നീ മുന്നോട്ട് പൊയ്ക്കൊള്ളുക. യഹോവയുടെ ആത്മാവ് നിന്നോട് കൂടെയുണ്ട്. അഭിഷേകത്തിന്റെ ഒരു ഇരട്ടി പങ്ക് ആ കുടുംബത്തിനകത്ത് വ്യാപരിക്കുക. പ്രതികൂലങ്ങൾ, നിന്ദകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ നിന്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആത്മാവിന്റെ ഒരു ഇരട്ടി പങ്കിന് വേണ്ടി ദൈവസന്നിധി നീ ജാഗരിച്ച് പ്രാർത്ഥിച്ചു കൊള്ളാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിംഗിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവ കരങ്ങൾ ഞങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ വലിയൊരു അഭിഷേകം ഈ ആലയത്തിൽ ഈ മീറ്റിംഗിൽ വ്യാപരിച്ചിരിക്കുക. നന്ദിയോടെ വാഴ്ത്തുന്നു. ഇന്നു മുതൽ ഇതിനകത്ത് കയറിയ എല്ലാ പ്രിയപ്പെട്ടവരും അഭിഷേകത്തിന്റെ ഒരു ഇരട്ടി പങ്കിന് വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിക്കുന്നവരായി മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം
അഭിഷേകത്തിന്റെ ഒരു പങ്കല്ല, ഒരു ഇരട്ടി പങ്ക്, ഒരു വലിയ അനുഭവം, ഒരു തേജസ്സിന്റെ ശുശ്രൂഷ ആഗ്രഹിക്കട്ടെ. അതരാ ജഗനാധികരധികാന വൈഡൽ ഖമന ഘടകസ്യ കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന വചന ശുശ്രൂഷകളല്ല ഇനി വെളിപ്പെടേണ്ടത്. കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന ശുശ്രൂഷകളല്ല ഇനിയുള്ള ദിവസങ്ങളിൽ വെളിപ്പെടേണ്ടത്. ആത്മാവിന്റെ പ്രദർശനങ്ങൾ റിക്കൽ പ്രൗഢമാ രഗന്ധുരാധികക്ഷസ്യാനവ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൊതുവായി ഞാൻ ഇന്ന് പകൽ ദൂത് പറയുക, ആത്മാവിന്റെ പ്രദർശനങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ചില ശുശ്രൂഷകര് ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് കാണുകയാണ്. ഉടരാധരാധനാസിയാരധന. ശുശ്രൂഷിക്കുന്നവർ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കുന്ന ഒരു ശുശ്രൂഷ അല്ലെന്നേ. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ദർശനവും അത് മറ്റുള്ളവരുടെ മുമ്പിൽ ആത്മാവിനെ പ്രദർശിപ്പിക്കുന്നത് ഞാനിങ്ങനെ സന്തോഷിക്കുക കേട്ടോ. ആത്മാവിൽ ഞാനിങ്ങനെ ശുശ്രൂഷിക്കുമ്പം ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രദർശനം നിങ്ങളുടെ മുമ്പിൽ ദൈവം കാണിക്കുമെന്ന് പറഞ്ഞ എത്ര പേർക്ക് സന്തോഷം ഇല്ല എന്ന് എനിക്കറിയില്ല, മനസ്സിലായില്ല എന്നും എനിക്കറിയില്ല. ഞാനത് ആത്മാവിൽ കാണുക. ഞാൻ ഇന്നു മുതൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രദർശനമാണ് നടക്കുന്നത്. ദൈവത്തിന്റെ ആലോചന ഞാൻ എൻ്റെ വായിൽ കൂടെയാ പറയുന്നത്, പക്ഷെ നിങ്ങൾ കാണുന്നത് പരിശുദ്ധാത്മാവിനെയാ. പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ആത്മാവ് നാവിനെ കരങ്ങളിലെടുക്കുവാൻ ആഗ്രഹിക്കുക. ഇന്നു മുതൽ നീ ദൈവസന്നിധി സമർപ്പിച്ചോ. ചില പ്രത്യേക ശുശ്രൂഷ അനുഭവങ്ങളിലേക്ക് നിന്നെ എടുത്തെറിയുവാൻ ആഗ്രഹിക്കുക. നീ ആയിരിക്കുന്ന സഭയുടെ മണ്ഡലങ്ങളിൽ നീ ഒരു വിളക്കായിട്ട് ശോഭിക്കാൻ പോകുക. ഇന്നു വരെ നിനക്ക് കഴിയാത്തത് ചിലത് നിന്നിലൂടെ പുറത്തു വരുമെന്ന് ദൈവാത്മാവ് പറയുക. എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. ദൈവകരങ്ങളിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഇതിനകത്തായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര് ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവേ, 112 ഡിവൈസിൽ ഇപ്പോൾ ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്നവരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് ദൂതനായിട്ട് പുറപ്പെട്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ദൂതനായിട്ട് പുറപ്പെട്ടിരിക്കുക. അതര ഘടക ദുരഗമന ഘടകസ്യ. ദൈവത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അത് പ്രാപിച്ച് പോകുന്നവർക്ക് അതിന്റെ മഹാത്മ്യം നന്നായിട്ട് അറിയാം. അഭിഷേകം പ്രാപിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയുക, ഇന്ന് തന്നെ കർത്താവിനോട് പറയണം, ഈ അഭിഷേകം എനിക്ക് വേണമെന്ന്. അന്യഭാഷ വേണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചോ. 2 അന്യഭാഷ പറഞ്ഞ് നിർത്തുന്ന ഒരു അഭിഷേകമല്ല. ഞാൻ ഒരു കാര്യം പറയുമ്പം എൻ്റെ മുമ്പിൽ കാണുന്നത് എന്നെ അല്ല, എൻ്റെ വായല്ല കാണുന്നത്, ദൈവാത്മാവിന്റെ വായ. ദൈവം പറയുന്നത് ഒരു കാര്യം ഉണ്ടല്ലോ, നീ നിന്റെ വായ സൂക്ഷിച്ചോ, അധമമായതൊക്കെ ഒഴിച്ചോ, ഉത്തമമായത് പ്രസ്താവിച്ച നിന്റെ വായ് എൻ്റെ വായ് പോലെ ആകുമെന്ന്. നീ പറയുന്നതൊക്കെ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എൻ്റെ വായെ ഞാൻ ദൈവസന്നിധി സമർപ്പിക്കുക. ഇന്നു മുതൽ ഞാൻ പറയുന്ന വാക്കുകൾ അല്ല വെളി വരേണ്ടത്, ദൈവാത്മാവ് പറയുന്ന കാര്യങ്ങളും ദൈവാത്മാവിന്റെ പ്രദർശനങ്ങളും എൻ്റെ മുഖത്ത് നോക്കുമ്പം വരാൻ ഒരു ശുശ്രൂഷയുടെ അനുഭവം പ്രാപിക്കാൻ നിങ്ങൾ തയ്യാറാകണം. കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിങ്ങിനായി സ്തോത്രം. അല്പസമയം ദൈവത്തിന്റെ വചനവും ആലോചനകൾ അറിയിക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കരറ്റുന്നു. അങ്ങയുടെ കരങ്ങൾ അടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. ഈ വചനം എല്ലാവരുടെ മേലും ക്രിയ ചെയ്യട്ടെ. ഭവനങ്ങളിൽ ചെന്നാൽ ഈ വചനം അവരെ പിന്തുടരട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിക്കുന്നത് വരെ ഈ വചനം അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കട്ടെ. സാക്ഷ്യങ്ങളെ കേൾക്കാൻ ദൈവം സഹായിക്കും. കരങ്ങളിൽ സമർപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. അവിചാരിതമായിട്ടാണെങ്കിലും ഈ സമയം എനിക്ക് ഒരുക്കി തന്ന ദേവദാസിക്കും കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് അനുവദിച്ച ഇനിയും നമുക്ക് കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.